എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എന്നത്തെക്കാളും കുറച്ചുകൂടെ നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് എത്തി. രാവിലെ തന്നെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ പരിപാലിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം നമുക്ക് നൽകുന്നതായി അനുഭവപ്പെടാറുണ്ട്. ഇന്ന് നമ്മുടെ അമ്മ വീടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവം തീരുന്ന ദിവസമാണ്. അപ്പം നമ്മൾ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. രാവിലെ ചെടികളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളൊക്കെ കുറച്ച് നേരം പരിപാലിച്ചു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് എടുത്തു. പിന്നെ നമ്മൾ വിളവെടുക്കാനുള്ള പച്ചക്കറികളൊക്കെ വിളവെടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ നടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ സമയത്ത് തന്നെയാണ് നമ്മൾ അധികവും പച്ചക്കറി ചെടികളൊക്കെ നടാൻ പറ്റുവാണെങ്കിൽ നട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തിയുമായിരുന്നു കഴിക്കാനായിട്ടുള്ളത്. കൂടെ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചു. അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പുറത്തേക്ക് നമ്മൾ പോകാനിറങ്ങിയപ്പോൾ നമ്മുടെ തമ്പൂട്ടനും കൂടെ നമ്മുടെ കൂടെ വരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആളകത്തേക്ക് കയറിപ്പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്പൂട്ടനെ പതുക്കെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനിറങ്ങി. അങ്ങനെ നമ്മൾ അമ്മ വീട്ടിലേക്ക് എത്തി. അവിടെ ചേച്ചി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയും പായസവും ഒക്കെയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പായസം തയ്യാറാക്കാനുള്ള തിരക്കിലാണ്. ഉച്ചയായപ്പോൾ നമ്മൾ ചേച്ചിയുടെ മോനുമായിട്ട് അമ്പലത്തിൽ പോയി. അവിടെ പ്രസാദകൂട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കിട്ടി. അങ്ങനെ നമ്മളവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഇരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ പായസത്തിൻ്റെ കുറച്ച് അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മൂമ്മ അമ്പലത്തിലോട്ടൊന്നും വന്നില്ല, അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നു. ഇന്ന് നമ്മുടെ അമ്മ വീട്ടിലെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചി ഫുഡൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഗസ്റ്റൊക്കെ വന്നു പോയതിന് ശേഷം വൈകുന്നേരം നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചേച്ചി ഉണ്ടാക്കിയ പായസം കുടിച്ചു. ഈ സമയത്ത് അമ്പലത്തിലെ ദീപക്കാഴ്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതൊക്കെ വീടിൻ്റെ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. കുറച്ച് നേരം നമ്മൾ അതൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ തമ്പൂട്ടനും അമ്മയും ഒക്കെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള പായൽകുളങ്ങര ശ്രീദേവി ക്ഷേത്രമാണിത്. നമ്മളിവിടെ താമസമായിട്ട് 2 വർഷമാകുന്നതേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് നടത്താലം. അപ്പം നമ്മൾ അതൊക്കെ കാണുമായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തന്നെ താലമെടുക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഭക്തർ പറ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു. ഈ സമയം താലപ്പൊലിയുടെ ചടങ്ങുകളും നടക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ താലപ്പൊലിയൊക്കെ കണ്ടതിന് ശേഷം ഉത്സവപ്പറമ്പിലേക്ക് വന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ സ്റ്റേജിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരികെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ തിരികെ എത്തിയതിന് ശേഷം നമ്മുടെ തമ്പൂട്ടൻ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഉത്സവം കൂടി. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുമായിരുന്നു. ഇന്ന് ഞാൻ നോൺ വെജ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പുളിശ്ശേരിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസം വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ മോനും ഞാനും എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം എല്ലാവരും കൂടെ തിരികെ വീട്ടിലേക്ക്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഇന്നത്തെ ദിവസം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.